السلام عليكم ورحمة الله وبركاته. الحمد لله ما عظمه معظم وسار إليه راغب متعلم، وأشهد أن لا إله إلا الله وحده لا شريك له شهادة نبرأ بها من شرك الإشراك فتوجب لنا النجاة من نار الهلاك، وأشهد أن محمدا عبده ورسوله أرسله ربه بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون، فبلغ الرسالة وأداها وأسلم الأمانة وأبداها، انتصبت بدعوته أظهر الحجج واندفعت ببيناته الشبهات واللجج، فورثنا المحجة البيضاء والسنة الغراء لا يتيه فيها ملتمس ولا يرد عنها مقتبس، صلى الله عليه وسلم وعلى آله وصحبه عدد من تعلم وعلم. أما بعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മറ്റു വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ നിഅമത്താണ് ഇത്തരത്തിലുള്ള ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെയധികം മഹത്വം നൽകിയിരിക്കുന്ന ഒരു വിഷയമാണ് ഇൽമ് പഠിക്കുക എന്നുള്ളത്. ഇൽമിന്റെ മഹത്വത്തെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും ഇൽമിന്റെ മഹത്വം അറിയാം, ഇൽമിന്റെ പദവി അറിയാം. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ, മുസ്ലിമായ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹത്വമുള്ള കാര്യം അറിവാണ്, ഇൽമാണ്. അതല്ലാതെ സമ്പത്തോ അല്ലെങ്കിൽ ഈ ദുനിയാവിലെ എന്തെങ്കിലും സ്ഥാനമോ ഒന്നുമല്ല, മറിച്ച് ഇൽമാണ്, അറിവാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു വഹീ നൽകിയപ്പോൾ ആദ്യം പറഞ്ഞത് എന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക. ഇൽമിന്റെ ആദ്യത്തെ പടിയാണ് വായന എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വായിക്കാനും പഠിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അതുപോലെ തന്നെ ധാരാളം മഹത്വങ്ങൾ ഇൽമിന്റെ വിഷയത്തിൽ നമുക്ക് കാണാം. അതൊക്കെ പറയാറുള്ള സമയം ഇവിടെ നമുക്കില്ല, വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. ഈ ഒരു മജ്ലിസിൽ നമുക്കിന്ന് നിശ്ചയിക്കപ്പെട്ട വിഷയം എന്നുള്ളത് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ളയുടെ തഅളീമുൽ ഇൽം എന്ന ഗ്രന്ഥമാണ്. തഅളീമുൽ ഇൽം എന്ന ഗ്രന്ഥം അത് നമുക്ക് വായിക്കാം. അതിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. അതിനു മുമ്പ് എല്ലാ സഹോദരങ്ങളോടും പറയാനുള്ള രണ്ട് നസീഹത്തുകൾ. ഒന്നാമത്തേത്, സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ഇൽമിന്റെ മജ്ലിസിൽ സത്യസന്ധമായ നിയ്യത്തോടുകൂടി നമ്മൾ ഇരിക്കുക. അള്ളാഹുവിന്റെ മസ്ജിദിലാണ് നമ്മൾ ഇരിക്കുന്നത്. അള്ളാഹുവിനെയും റസൂലിനെയും സംബന്ധിച്ച് കേൾക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. അതല്ലാതെ ആരെങ്കിലും ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി ആയതുകൊണ്ട് ഇരിക്കുന്നതോ അല്ല, മറിച്ച് സത്യസന്ധമായ നിയ്യത്തോടുകൂടി ഇവിടെ ഇരിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ഒരു മജ്ലിസിൽ സത്യസന്ധമായ നിയ്യത്ത് നമ്മൾ വെച്ചാൽ അള്ളാഹു നമുക്ക് നൽകുന്ന സന്തോഷ വാർത്ത, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമിന്റെ മാർഗത്തിൽ ഇൽതിമാസ് ചെയ്താൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി നൽകുന്നതാണ്. എന്താണ് ഇൽതിമാസ് എന്ന് പറഞ്ഞാൽ? അറബി ഭാഷയിൽ ലമസ എന്ന് പറഞ്ഞാൽ അന്ധനായ ഒരു വ്യക്തി സ്പർശിക്കുന്നതിനാണ് ലമസ എന്ന് പറയുക. ഒരു അന്ധനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വസ്തു സ്പർശിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരുപക്ഷെ ആ വസ്തു സ്പർശിക്കുന്നതിന് പകരം അതിന്റെ ഏതെങ്കിലും ഒരു അറ്റം മാത്രം ചെറിയ രീതിയിൽ സ്പർശിക്കാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒരു ബന്ധമാണ് ഒരു വ്യക്തിക്ക് ഇൽമുമായിട്ടുള്ളതെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗം തയ്യാറാക്കി നൽകുന്നതാണ്. അതുകൊണ്ട് സത്യസന്ധമായ നിയ്യത്തോടുകൂടി ഈ ഒരു മജ്ലിസിൽ ഇരിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമ്മൾ വായിക്കുന്ന കിതാബ് തഅളീമുൽ ഇൽം എന്ന കിതാബാണ്. ആ കിതാബിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ കിതാബിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 3 മുഖദ്ദിമകൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത്തേത് ഈ കിതാബ് എഴുതിയിരിക്കുന്ന മുഅല്ലിഫിനെ സംബന്ധിച്ച്, ഇത് എഴുതിയിരിക്കുന്ന പണ്ഡിതനെ സംബന്ധിച്ച്.
അദ്ദേഹം ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഹമദ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ്. ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഹമദ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ്. അദ്ദേഹം സൗദി അറേബ്യയിലെ റിയാദിൽ 1391 വർഷത്തിലാണ് ജനിച്ചത്. സൗദി അറേബ്യയിലെ റിയാദിൽ ഹിജറ 1391 ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഹമദ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് ജനിച്ചിരിക്കുന്നത്. മുൻപ് സൗദി അറേബ്യയിലെ ഹൈഅത്തു കിബാരിൽ ഉലമയിൽ, അവിടുത്തെ ഉന്നത പണ്ഡിത സഭയിലെ ഒരു അംഗമായിരുന്നു ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ്. ഏതാനും ചില മാസങ്ങൾക്ക് മുമ്പ് വരെ സൗദിയിലെ ഉന്നത പണ്ഡിത സഭയിലെ ഒരു അംഗമാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ്. അദ്ദേഹം ഇൽമു പഠിക്കാൻ ധാരാളം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ധാരാളം രാജ്യങ്ങൾ, അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുന്നവർക്കറിയാം, വളരെയധികം രാജ്യങ്ങളിലേക്ക് ഇൽമു പഠിക്കാൻ യാത്ര ചെയ്ത പണ്ഡിതനാണ്. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലേക്കും ഇൽമു പഠിക്കാനുള്ള ആവശ്യാർത്ഥം വന്നിട്ടുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ്ക്ക് ഇന്ത്യയിൽ നിന്നുള്ള അനുഭവം എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുണ്ടായ 40 അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ ഒരു ക്ലാസ് തന്നെ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രഗത്ഭരായ അധ്യാപകർ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, അബ്ദുല്ലാഹ് ഇബ്നു അഖീൽ റഹിമഹുമുല്ലാഹ്, അതുപോലെ തന്നെ ഷെയ്ഖ് ഇസ്മായിൽ അൽ അൻസാരി റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ്, അതുപോലെ തന്നെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്, ഷെയ്ഖ് അബ്ദുൽ വക്കീൽ അൽ ഹാഷിമി ഹഫിളഹുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാരിൽ നിന്നും മറ്റു ധാരാളം പണ്ഡിതന്മാരിൽ നിന്നും ഇൽമ് സ്വീകരിച്ച വ്യക്തിയാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ്. ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. സൗദി അറേബ്യയിൽ റിയാദ് പ്രദേശത്തെ ഹയ്യുൽ ജസീറയിലാണ് ഷെയ്ഖ് താമസിക്കുന്നത്. ഏകദേശം 51 വയസ്സാണ് ഷെയ്ഖിന്റെ പ്രായം ഹഫിളഹുല്ലാഹ്. അടുത്തതായി ഈ കിതാബിനെ സംബന്ധിച്ച്, ഈ കിതാബിന്റെ പേര് തഅളീമുൽ ഇൽം. തഅളീമുൽ ഇൽം. ഇൽമ് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അദബ് ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. ആ അദബിൽപ്പെട്ട ഒരു കാര്യമാണ് ഇൽമിനെ ബഹുമാനിക്കുക എന്നുള്ളത്. ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവേണ്ട അദബിൽപ്പെട്ട ഒരു കാര്യമാണ് ഇൽമിനെ ബഹുമാനിക്കുക എന്നുള്ളത്. ഇൽമിനെ ബഹുമാനിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 20 കാര്യങ്ങളാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇൽമിനെ ബഹുമാനിക്കാൻ നമ്മെ സഹായിക്കുന്ന 20 കാര്യങ്ങളാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് ഈ കിതാബിൽ പരാമർശിച്ചിരിക്കുന്നത്. അതൊക്കെ വായിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ തഅളീമുൽ ഇൽം എന്ന് പറയുന്ന ഷെയ്ഖിന്റെ ഈ ഗ്രന്ഥത്തെ ഷെയ്ഖ് തന്നെ ചുരുക്കിയിട്ട് ഖുലാസത്തു തഅളീമുൽ ഇൽം എന്ന ഒരു ഗ്രന്ഥമായി രചിച്ചിട്ടുണ്ട്. തഅളീമുൽ ഇൽം എന്ന് പറയുന്ന ഷെയ്ഖിന്റെ ഗ്രന്ഥത്തെ ഷെയ്ഖ് തന്നെ ചുരുക്കുകയും ഖുലാസത്തു തഅളീമുൽ ഇൽം, തഅളീമുൽ ഇൽമിന്റെ ചുരുക്കം എന്ന രൂപത്തിൽ ഷെയ്ഖ് തന്നെ മറ്റൊരു ചെറിയ കിതാബ് രചിച്ചിട്ടുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇതാണ് കിതാബിനെ സംബന്ധിച്ചുള്ള ഒരു പരിചയപ്പെടുത്തൽ. ഷെയ്ഖ് തന്നെ അദ്ദേഹത്തിന്റെ പല ദർസുകളിലായി 15 തവണയിലധികം തഅളീമുൽ ഇൽം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ 11ഓളം തവണ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ വെച്ചാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് ഈ കിതാബ് വിശദീകരിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിലെ 2 ഹറമുകളിലെയും മുദർരിസാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ്. അദ്ദേഹം പലതവണ ഈ കിതാബ് പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ് എനിക്കും അദ്ദേഹത്തിന് അരികിൽ നിന്ന് ഈ കിതാബ് പൂർണ്ണമായി ഒന്നിലധികം പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഇനി ഈ കിതാബ് ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ശൈലി, നമുക്ക് സമയം വളരെ കുറവാണ്. 9:30 മുതൽ 11:30 വരെയായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ തന്നെ സമയം 10 മണി കഴിഞ്ഞു. അതുകൊണ്ട് അധികമായി വിഷയങ്ങളിൽ വിശദീകരിക്കാതെ ഷെയ്ഖ് പറഞ്ഞതിന്റെ ആകെ ചുരുക്കം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഓരോരോ വാക്കുകൾ വായിച്ച് അതിന്റെ അർത്ഥങ്ങൾ പറയുന്നതിന് പകരം ഓരോരോ പാരഗ്രാഫുകൾ മൊത്തത്തിൽ വായിച്ച് അതിലുള്ള ഉദ്ദേശങ്ങൾ പറയാം, അതിലുള്ള ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും. ഈ കിതാബിന്റെ തുടക്കത്തിൽ ഒരു മുഖദ്ദിമ ഷെയ്ഖ് പറഞ്ഞു. ഇൽമ് പഠിക്കുന്നതിന്റെ മഹത്വവും ഇൽമിന്റെ ആവശ്യകതയും പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് പറഞ്ഞു, വമൻ ലാ യുക്രിമുൽ ഇൽം ലാ യുക്രിമുഹുൽ ഇൽം.
ആരെങ്കിലും ഇൽമിനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ഇൽമ് അവനെയും ബഹുമാനിക്കുകയില്ല. ആരെങ്കിലും ഇൽമിനെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ ഇൽമ് അവനെയും ബഹുമാനിക്കുകയില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖ് ഈ 20 കാര്യങ്ങൾ പറയാൻ ആരംഭിക്കുന്നത്. എന്റെ സംസാരം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ പറയപ്പെടുന്ന വിഷയങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദർസിന്റെ അവസാനത്തിൽ ചോദിക്കുക, ഇടയ്ക്ക് ചോദിക്കരുത്. ദർസിന്റെ അവസാനത്തിൽ ചോദിക്കുക. പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാൻ എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ നാഫിയായ ഇൽമായി നമുക്കേവർക്കും നൽകുമാറാവട്ടെ. അൽ-മഅഖിദുൽ അവ്വൽ തത്ഹീറു വിആഇൽ ഇൽം. ഇൽമിനെ ബഹുമാനിക്കാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തത്ഹീറു വിആഇൽ ഇൽം, ഇൽമിന്റെ പാത്രത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇൽമിനെ എവിടെയാണോ നമ്മൾ വെക്കേണ്ടത് ആ വെക്കുന്ന സ്ഥലത്തെ നമ്മൾ ശുദ്ധീകരിക്കുക. ഒരു ഭക്ഷണം ഒരു പാത്രത്തിൽ വെക്കുമ്പോൾ ആ പാത്രം നമ്മൾ ശുദ്ധിയാക്കുന്നത് പോലെ ഇൽമിനെ എവിടെയാണോ നമ്മൾ വെക്കുന്നത് ആ സ്ഥലത്തെ നമ്മൾ ശുദ്ധീകരിക്കുക. അതേതാണ്? വഹുവൽ ഖൽബ്, അത് ഹൃദയമാണ്. അത് ഹൃദയമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ഇൽമ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ഹൃദയം ശുദ്ധീകരിക്കുക. وبحسب طهارة القلب يدخله العلم وإذا ازدادت طهارته ازدادت قابليته للعلم. ഒരു വ്യക്തി അവന്റെ ഹൃദയം എത്രത്തോളം ശുദ്ധീകരിക്കുന്നുവോ അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇൽമ് നൽകുന്നതാണ്. ഒരു വ്യക്തിയുടെ ഹൃദയം എത്രത്തോളം ശുദ്ധിയാണോ അതനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇൽമ് നൽകുക എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് ഇവിടെ പറഞ്ഞു. فمن أراد حيازة العلم فليزين باطنه ويطهر قلبه من نجاسته فالعلم جوهر لطيف لا يصلح إلا للقلب النظيف. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ആരെങ്കിലും ഇൽമ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ ആന്തരിക അവയവങ്ങൾ, അവന്റെ ഹൃദയത്തെ അവൻ ശുദ്ധീകരിക്കുക. എല്ലാവിധ നജസ്സുകളിൽ നിന്നും അവന്റെ ഹൃദയത്തെ അവൻ കഴുകിക്കളയുക. ഫഇന്നൽ ഇൽമ ജൗഹറുൻ ലതീഫ്. ഇൽമ് എന്നുള്ളത് വിലപിടിപ്പുള്ള വജ്രം പോലെയാണ്. ലാ യസ്ലുഹു ഇല്ലാ ലിൽ ഖൽബിൻ നദീഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുക ശുദ്ധമായ ഹൃദയങ്ങൾക്ക് മാത്രമാണ്. അല്ലാഹു അറിവ് നൽകുക ശുദ്ധമായ ഹൃദയങ്ങൾക്ക് മാത്രമാണ് എന്ന് ആദ്യമായി ഇവിടെ ഷെയ്ഖ് സൂചിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങിയ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്താണ് വസിയാബക ഫതഹിർ. വസിയാബക ഫതഹിർ, നിന്റെ സിയാബ് നീ ശുദ്ധീകരിക്കുക. എന്താണ് സിയാബ് എന്ന് പറഞ്ഞാൽ? മുഫസ്സിരീങ്ങൾ നല്ലൊരു വിഭാഗം പറഞ്ഞു അവിടെ സിയാബ് കൊണ്ടുള്ള ഉദ്ദേശം ഖൽബാണ്. അവിടെ സിയാബ് കൊണ്ടുള്ള ഉദ്ദേശം ഖൽബാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കുക. അബൂ ജഅഫർ ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് ചില മുഫസ്സിരീങ്ങളിൽ നിന്ന് ഈ ഒരു ആശയം ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. വസിയാബക ഫതഹിർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടത്? വതഹാറത്തുൽ ഖൽബി തർജിഉ ഇലാ അസ്ലൈനി അളീമൈൻ. 2 കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അഹദുഹുമാ തഹാറതുഹു മിൻ നജാസത്തി ശുബഹാത്ത്. ശുബഹത്തുകളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ സംശയങ്ങളിൽ നിന്ന്, അനാവശ്യമായ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക. ഇതൊക്കെ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന്റെ ഒരു ഭാഗമാണ്. അതിനാണ് നമ്മൾ ശുബ്ഹത്ത് എന്ന് പറയുക. അതിനാണ് ശുബ്ഹത്ത് എന്ന് പറയുക. അതായത് ഹൃദയത്തിന് പിടികൂടുന്ന സംശയങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് പല ആൾക്കാരും ഇടപെടുന്നത് പോലെ അവരുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ, ഇതൊക്കെ ശുബ്ഹത്തുകളിൽ പെടുന്നതാണ്. ഇതാണ് ആദ്യമായി ഹൃദയത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തേത് ത്വഹാറതുഹു മിൻ നജാസത്തി ശഹവാത്ത്. വികാരങ്ങളിൽ നിന്ന്, ദേഹേച്ഛയിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ദേഹേച്ഛയിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഖുർആനും സുന്നത്തും എന്താണോ പറഞ്ഞത് അതനുസരിച്ച് മനസ്സിലാക്കുക. അതല്ലാതെ നമ്മുടെ ദേഹേച്ഛ അനുസരിച്ച് മനസ്സിലാക്കാനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞു പോകാം. ഇന്ന് പല സഹോദരങ്ങളും ഒരു വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ അവരുദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ടാകും, അതനുസരിച്ചുള്ള മറുപടിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ല ആവേണ്ടത്. മറിച്ച് ഖുർആനും സുന്നത്തും എന്താണോ പഠിപ്പിക്കുന്നത് അതിൽ പൂർണ്ണമായി കീഴ്പ്പെടാനുള്ള മനസ്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയത്തിന്റെ ശുദ്ധി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് ശുബ്ഹത്തിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുക. രണ്ടാമത്തേത് ശഹ്വത്തിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുക. അബൂ അബ്ദുല്ലാഹ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്
അദ്ദേഹത്തിന്റെ അൽ ഫവായിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ശുബഹത്തും ഷഹവത്തുമാണ് മനുഷ്യനെ ബാധിക്കുന്ന തെറ്റുകൾ എന്ന് നമ്മൾ പറഞ്ഞു. ശുബഹത്തും ഷഹവത്തും, ഇതിലേറ്റവും ഗൗരവമുള്ളത് ഏതാണ്? ശുബഹത്താണ്. ഇതിലേറ്റവും ഗൗരവമുള്ളത് ശുബഹത്താണ്. കാരണം ശുബഹത്ത് പലപ്പോഴും ദീനിന്റെ അടിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ശുബഹത്താണ് ഏറ്റവും ഗൗരവമുള്ളത്. എന്നിട്ട് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് പറഞ്ഞു, വഇദാ കുൻത തസ്തഹി മിൻ നളരി മഖ്ലൂഖിൻ മിസ്ലിക ഇലാ വസഖി തൗബിക ഫസ്തഹി മിൻ നളരില്ലാഹി ഇലാ ഖൽബിക വഫീഹി ഇഹ്നുൻ വബലായ വദുനൂബുൻ വഖതായ. നമ്മുടെ വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ ആ അഴുക്കോടുകൂടി നമ്മെ കാണുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, സ്വാഭാവികമാണ്. നമ്മുടെ വസ്ത്രത്തിൽ ഒരു അഴുക്കുണ്ടെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ വെറുക്കുന്ന ഒരു വസ്തു നമ്മുടെ വസ്ത്രത്തിലുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, മറ്റൊരാളത് കാണാൻ ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ നമ്മുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിലുള്ള പാപക്കറകൾ കഴുകിക്കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. റവാഹു മുസ്ലിം. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ബാഹ്യമായ രൂപങ്ങളിലേക്കല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ മൻ ത്വഹറ ഖൽബഹു ഫീഹിൽ ഇൽമു ഹൽ വമൻ ലം യർഫഅ മിൻഹു നജാസതഹു വദഅഹു അൽ ഇൽമു വർതഹൽ. ആരെങ്കിലും അവന്റെ ഹൃദയത്തെ നല്ല രീതിയിൽ ശുദ്ധീകരിച്ചാൽ, മോശമായ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചാൽ അവന്റെ ഹൃദയത്തിൽ ഇൽമു നിൽക്കും. അതല്ല എങ്കിൽ അവന്റെ ഹൃദയത്തിൽ തെറ്റുകളുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ അവന്റെ ഹൃദയത്തിൽ പാപക്കറകളുണ്ട് എങ്കിൽ വദഅഹുൽ ഇൽമു ഫർതഹൽ, അവനിൽ നിന്ന് ഇൽമു പോകുന്നതാണ് എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് ഇവിടെ പറഞ്ഞു. അതിനുശേഷം സഹൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തുരി റഹിമഹുല്ലാഹയുടെ ഒരു വാക്കും ഉദ്ധരിച്ചു, ഹറാമുൻ അലാ ഖൽബിൻ അൻ യദ്ഖുലഹു അൻ-നൂർ വഫീഹി ഷൈഉൻ മിമ്മാ യക്റഹുഹുല്ലാഹ്. ഹറാമുൻ അലാ ഖൽബിൻ, ഒരു ഹൃദയത്തിന് നിഷിദ്ധമാണ്, അൻ യദ്ഖുലഹു അൻ-നൂർ, അതിലേക്ക് അല്ലാഹുവിന്റെ സന്മാർഗം പ്രവേശിക്കൽ, വഫീഹി ഷൈഉൻ മിമ്മാ യക്റഹുഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന വല്ല കാര്യവും ആരുടെയെങ്കിലും മനസ്സിലുണ്ട് എങ്കിൽ അതിലേക്ക് അല്ലാഹുവിന്റെ പ്രകാശം പ്രവേശിക്കുകയില്ല എന്ന് സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാക്കും ഇവിടെ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഉദ്ധരിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം എന്നുള്ളത്, ഇൽമ് കരസ്ഥമാക്കാൻ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോടൊക്കെ പറയാനുള്ളത്, അതുപോലെ തന്നെ എന്നോടും എനിക്ക് പറയാനുള്ളത്, ഇൽമ് കരസ്ഥമാക്കാൻ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ്. എല്ലാവിധ ശുബ്ഹത്തുകളിൽ നിന്നും ഷഹവത്തിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കുക. അതല്ലാതെ ഹൃദയത്തിൽ വല്ല തരത്തിലുള്ള പാപക്കറകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ മോശമായ കാര്യങ്ങളുണ്ട് എങ്കിൽ അവിടേക്ക് ഇൽമ് പ്രവേശിക്കുകയില്ല. ചില സഹോദരങ്ങൾ ചിന്തിക്കും, മോശപ്പെട്ട ആൾക്കാരും ധാരാളം പഠിക്കുന്നുണ്ടല്ലോ, അവരും ധാരാളം മനഃപ്പാഠമാക്കുന്നുണ്ട്, അവരും ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നുണ്ട്. ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ബഅദുൽ മുതകബ്ബിരീന യഹ്ഫളുൽ ഖുർആൻ, ചില അഹങ്കാരികളും ഖുർആൻ ഹിഫ്ള് ചെയ്യും, ചില അഹങ്കാരികളും ഖുർആൻ ഹിഫ്ള് ചെയ്യും. വലാകിന്നഹും മുനിഉ ഫായിദതഹു മിനൽ ഫഹ്മി വൽ അമൽ, പക്ഷേ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അവർക്ക് സാധിക്കുകയില്ല. വദാലിക ഹുവൽ മത്ലൂബ്, ഈ ഇൽമിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഇൽമ് അനുസരിച്ചുള്ള അമലാണ്. ഒരു വ്യക്തി ഖുർആൻ ഹിഫ്ള് ചെയ്യുക എന്നുള്ളതല്ല തെളിവ്, അല്ലെങ്കിൽ ഒരു വ്യക്തി ധാരാളം ഹദീസുകൾ ഹിഫ്ള് ചെയ്യുക എന്നുള്ളതല്ല തെളിവ്. ധാരാളം ആൾക്കാർ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണെങ്കിൽ ഖവാരിജുകളുടെ കൂട്ടത്തിൽ ധാരാളം ആൾക്കാർ ഹദീസുകൾ ഹിഫ്ളുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇബാദത്തുകൾ അവരുടെ ഇബാദത്തിനേക്കാളും കുറവാണ്. പ്രവാചകൻ സഹാബികളോട് പറയുകയാണ്, നിങ്ങളുടെ ഇബാദത്തുകൾ ഖവാരിജ് ചെയ്യുന്ന ഇബാദത്തിനേക്കാളും കുറവാണ്. പക്ഷേ അവർ ഖുർആൻ ഓതുന്നു, അതിന്റെ ആശയങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. ഒരു വ്യക്തി ഹദീസ് ഹിഫ്ള് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നുണ്ടോ എന്നതല്ല കാര്യം, മറിച്ച് എത്രത്തോളം അവന്റെ ജീവിതത്തിൽ അതനുസരിച്ചുള്ള അമലുണ്ട്. ഇന്നും എത്രയോ ആൾക്കാർ സിഹാഹു സിത്ത ഹിഫ്ളുള്ളവരുണ്ട്, പക്ഷേ ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുന്നവർ, ഖവാരിജിയത്തിന്റെ ചിന്താഗതിയുള്ളവർ,
അവർക്ക് ഈ സിഹാഹു സിത്ത ഹിഫ്ള് ചെയ്യുന്നത് കൊണ്ട് എന്തുപകാരമാണുള്ളത്? അതുകൊണ്ട് ഇൽമിന്റെ ഉപകാരം എന്ന് പറയുന്നത് അതനുസരിച്ചുള്ള അമലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ഒന്നാമത്തെ കാര്യമായി ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി പറഞ്ഞിരിക്കുന്ന വിഷയം ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ എല്ലാവരും രണ്ട് തെളിവുകൾ എപ്പോഴും മനസ്സിൽ ഹിഫ്ള് ചെയ്യുക. ഒന്നാമത്തേത് വസിയാബക ഫതഹിർ, രണ്ടാമത്തേത് പ്രവാചകന്റെ വചനം. അള്ളാഹു നോക്കുന്നത് ഹൃദയങ്ങളിലേക്കാണ്. അതുപോലെ തന്നെ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരിയുടെ വാക്ക്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ഇൽമ് പ്രവേശിക്കുന്നതല്ല. അൽ മഅഖിദു الثاني, രണ്ടാമത്തെ കാര്യം ഇഖ്ലാസുൻ നിയ്യതി ഫീ, ഇൽമ് പഠിക്കുന്നതിൽ ഇഖ്ലാസ് ഉണ്ടാവുക. ഇൽമ് പഠിക്കുന്നതിൽ ഇഖ്ലാസ് ഉണ്ടാവുക. ഇന്ന ഇഖ്ലാസൽ അഅമാലി أساس قبولها وسلم وصولها قال تعالى وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء. രണ്ടാമത്തെ വിഷയം എന്നുള്ളത് പഠിക്കുന്ന കാര്യത്തിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ഇൽമ പഠിക്കുന്നത്. ഇൽമ പഠിക്കുന്നതിന്റെ ഉദ്ദേശം ആരെങ്കിലും നമ്മെ പുകഴ്ത്താനോ അല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ച് വലിയ ഇൽമുള്ളവനാണെന്ന് പറയാനോ ആവരുത്. അല്ലെങ്കിൽ ഇൽമിന്റെ സദസ്സിലിരിക്കുന്നത് അയാൾ എല്ലാ ദർസിലും പങ്കെടുക്കുന്നവനാണെന്ന് പറയാനാവരുത്. മറിച്ച് ഇൽമ പഠിക്കുന്നത് ഇഖ്ലാസോട് കൂടിയായിരിക്കണം. വഫി സ്വഹീഹൈനി അൻ ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ أن رسول الله صلى الله عليه وسلم قال الأعمال بالنية ولكل امرئ ما نوى. അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുക അവന്റെ നിയ്യത്ത് അനുസരിച്ചാണ്. വലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരോ വ്യക്തിയും എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് ആ വ്യക്തിക്ക് ലഭിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇഖ്ലാസ് എന്നുള്ളത്. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ഇൽമ പഠിക്കേണ്ടത്. وما سبق من سبق ولا وصل من وصل من السلف الصالحين إلا بالإخلاص لله رب العالمين. മുൻഗാമികളിൽ നിന്ന് ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർ അത് കരസ്ഥമാക്കാനുള്ള ഏറ്റവും വലിയ കാരണം അവരുടെ മനസ്സിലുള്ള ഇഖ്ലാസ് ആയിരുന്നു. അതുകൊണ്ട് നിഷ്കളങ്കമായി ആയിരിക്കണം നമ്മൾ ഇൽമ പഠിക്കേണ്ടത്. ഒരു സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടാവരുത്, ഒരു സംഘടനയുടെ നേതൃത്വം ആഗ്രഹിച്ചുകൊണ്ടാവരുത്, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്നെ ആൾക്കാർ വലിയ ആളായിട്ട് കാണണം എന്ന നിയത്താവരുത്. മറിച്ച് ഇൽമ പഠിക്കുന്നതിന്റെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി എനിക്കുണ്ടാവണം, അല്ലാഹുവിന്റെ തൃപ്തി എനിക്കുണ്ടാവണം. അബൂബക്കർ അൽ മർറൂസി റഹിമഹുല്ലാഹ് പറഞ്ഞു, سمعت رجلا يقول لأبي عبد الله يعني أحمد بن حنبل وذكر له الصدق والإخلاص فقال أبو عبد الله بهذا ارتفع القوم. أبو بكر المروذي رحمه الله പറയുന്നു, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അരികിൽ ഒരു വ്യക്തി സത്യസന്ധതയെയും ഇഖ്ലാസിനെയും സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിഹാദ ഇർതഫഅൽ ഖൗം, ഇതാണ് മുൻഗാമികൾ ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാനുള്ള ഏറ്റവും വലിയ കാരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ വിഷയത്തിൽ നമുക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഇഖ്ലാസും മറ്റൊന്ന് സത്യസന്ധതയും. പഠിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഇതെല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഇൽമിന്റെ മജ്ലിസിൽ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരു മജ്ലിസ് അല്ലേ, എങ്ങനെയാണ് ഞാൻ ഒഴിവാക്കുക? ആ ഒരു ചിന്തയിലല്ല ഇൽമിന്റെ മജ്ലിസിലേക്ക് നമ്മൾ വരേണ്ടത്. മറിച്ച് ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ വരേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം അല്ലാഹു തയ്യാറാക്കി നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അല്ലാഹുമായിട്ട് സാമീപ്യം ഉണ്ടാവണം എന്ന നിയത്തിലായിരിക്കണം ഇൽമിന്റെ മജ്ലിസിലേക്ക് നമ്മൾ വരേണ്ടത്. വഇന്നമാ യനാലുൽ മർഉൽ ഇൽമ അലാ ഖദ്രി ഇഖ്ലാസിഹി, ഒരു വ്യക്തിക്ക് ഇൽമ ലഭിക്കുക ആ വ്യക്തിയുടെ ഇഖ്ലാസ് അനുസരിച്ചാണ്. എന്നിട്ട് ശൈഖ് പറഞ്ഞു, വൽ ഇഖ്ലാസു ഫിൽ ഇൽം യഖൂമു അലാ അർബഅതി ഉസൂൽ ബിഹാ തതഹഖഖു നിയ്യത്തുൽ ഇൽമി ലിൽ മുതഅല്ലിമി ഇദാ ഖസദഹ. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പഠനത്തിൽ ഇഖ്ലാസ് പൂർത്തിയായി എന്ന് മനസ്സിലാവുക? ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ പഠനം ഇഖ്ലാസോട് കൂടിയാണ് എന്ന് നമുക്ക് എപ്പോഴാണ് ഉറപ്പിച്ചു പറയാൻ സാധിക്കുക? 4 കാര്യങ്ങൾ നമ്മുടെ പഠനത്തിൽ ഉണ്ടായാലാണ്. ഒരു വ്യക്തിയുടെ പഠനത്തിൽ 4 കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി പഠിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അൽ അവ്വൽ റഫഉൽ ജഹ്ലി അൻ നഫ്സി ബിതഅരീഫിഹാ മാ അലൈഹാ മിനൽ ഉബൂദിയ്യാത്ത് വഈഖാഫിഹാ അലാ മഖാസിദിൽ അംരി വന്നഹി. ഇൽമ പഠിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്തായിരിക്കണം? റഫഉൽ ജഹ്ലി അൻ നഫ്സിഹി, തന്റെ ശരീരത്തിൽ നിന്ന് അജ്ഞത ഇല്ലാതാക്കുക എന്നൊരു ഉദ്ദേശം. അതായത് താൻ
അജ്ഞനായി അറിവില്ലാത്തവനായി ഇങ്ങനെ നടക്കരുത് എന്നൊരു ഉദ്ദേശമായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ നിയ്യത്ത്. അതായത് എനിക്ക് പഠിക്കണം എന്ന സത്യസന്ധമായ ചിന്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങളായിരിക്കും അവൻ അതിൽ ആദ്യമായി മുൻഗണന നൽകുന്നത്. സത്യസന്ധമായി പഠിക്കണമെന്ന് നിയ്യത്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവൻ പഠിക്കുക എന്താണ്? അവൻ ജീവിതത്തിൽ എല്ലാ ദിവസവും ചെയ്യുന്ന ഉബൂദിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവന്റെ ഖുർആൻ പാരായണം, അവന്റെ നിസ്കാരം, അവന്റെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, അവൻ കച്ചവടം ചെയ്യുന്നവനാണെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ, ഇങ്ങനെ അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ അയാൾ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഇഖ്ലാസാണ്. ഈ വിഷയത്തിനോടനുബന്ധിച്ചൊരു കാര്യം പെട്ടെന്ന് സൂചിപ്പിക്കാം. ഒരു വ്യക്തി ഇതൊന്നും ഇടപെടാതെ, അയാൾക്ക് അയാളുടെ നിസ്കാരത്തെ സംബന്ധിച്ച് അറിയില്ല, സകാത്തിനെ സംബന്ധിച്ച് അറിയില്ല, അയാളുമായി ബന്ധപ്പെട്ട കച്ചവടത്തെ സംബന്ധിച്ച് അറിയില്ല, അയാളുടെ 24 മണിക്കൂറും വലിയ വലിയ വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചകളിലാണ് ഒരു വ്യക്തി സമയം ചെലവഴിക്കുന്നതെങ്കിൽ അത് ഇഖ്ലാസ് ഇല്ല എന്നതിനുള്ള തെളിവാണ്. ഇഖ്ലാസിന്റെ ഒന്നാമത്തെ അടയാളം റഫ്ഉൽ ജഹ്ലി അൻ നഫ്സിഹി. ഒരു വ്യക്തി ഇൽമു പഠിക്കുന്നത് ആ വ്യക്തിയുടെ അജ്ഞത ഇല്ലാതാക്കാനായിരിക്കണം. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഉബൂദിയത്തിന്റെ കാര്യങ്ങളായിരിക്കണം ഒന്നാമത്തേതായി അദ്ദേഹം പഠിക്കേണ്ടത്. രണ്ടാമത്തേത് റഫ്ഉൽ ജഹ്ലി അനിൽ ഖൽഖ്. ഒരു വ്യക്തിക്ക് ഇഖ്ലാസ് ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം മറ്റുള്ള ആൾക്കാരുടെ അജ്ഞത ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കാനുള്ള നിയ്യത്താണ്. തന്റെ കുടുംബക്കാർ, താനുമായി അറിയുന്നവർ, തന്റെ നാട്ടുകാർ, അവർക്കൊക്കെ ദീന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു താല്പര്യം ഒരു വ്യക്തിക്കുണ്ട് എങ്കിൽ അത് ഇഖ്ലാസിനുള്ള അടയാളമാണ്. ബിതഅലീമിഹിം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, വഇർഷാദിഹിം, അവർക്ക് മാർഗനിർദ്ദേശം നൽകുക, ലിമാ ഫീഹി സ്വലാഹു ദുനിയാഹും വആഖിറതിഹിം, അവരുടെ ദീനിന്റെ വിഷയത്തിലും ആഖിറത്തിന്റെ വിഷയത്തിലും അവർക്ക് നന്മയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൽമിൽ ഇഖ്ലാസ് ഉണ്ട് എന്നതിലുള്ള രണ്ടാമത്തെ തെളിവ് എന്താണ്? ഒരു വ്യക്തി പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, അത് ഇഖ്ലാസിന്റെ അടയാളമാണ്. ഈ ഒരു വിഷയം എല്ലാ സഹോദരങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കേവലം ഉലമാക്കൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ കാര്യം മറ്റുള്ളവരിലേക്ക് പകർത്തി നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്താണെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഇഖ്ലാസ് ഉണ്ടാവാനുള്ള രണ്ടാമത്തെ അടയാളം പഠിക്കുന്നതിലൂടെ തനിക്ക് ഖൈറുണ്ടാവണം, അതുപോലെ മറ്റുള്ളവർക്കും ആ ഖൈർ ഉണ്ടാവണം എന്നൊരു ലക്ഷ്യമായിരിക്കും ആ വ്യക്തിയുടെ നിയ്യത്തിൽ ഉണ്ടാവുക. ഇഖ്ലാസിനുള്ള മൂന്നാമത്തെ അടയാളം ഇഹ്യാഉൽ ഇൽം വഹിഫ്ളുഹു മിനൽ-ളയാ. ഇഹ്യാഉൽ ഇൽം, അല്ലാഹുവിന്റെ ദീൻ ഈ ലോകത്ത് നിലനിൽക്കണമെന്ന സത്യസന്ധമായ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടാകും. അല്ലാഹുവിന്റെ ദീൻ ഈ ലോകത്ത് നിലനിൽക്കണമെന്ന സത്യസന്ധമായ ഒരു ഉദ്ദേശം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകും. നാലാമത്തെ അടയാളം അൽ അമലു ബിൽ ഇൽം, ഇൽം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 4 വിഷയങ്ങൾ ഒരു വ്യക്തിക്ക് അയാളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ അറിയുക ആ വ്യക്തി അയാളുടെ പഠനത്തിൽ ഇഖ്ലാസ് ഉള്ളവനാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് സ്വന്തം പഠിക്കാനുള്ള നിയ്യത്ത്, രണ്ടാമത്തേത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആഗ്രഹം, മൂന്നാമത്തേത് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം എന്നൊരു ആഗ്രഹം, നാലാമത്തേത് ഇൽം അനുസരിച്ചുകൊണ്ടുള്ള അമൽ. ഈ 4 കാര്യവും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പഠനത്തിൽ ഇഖ്ലാസ് ഉള്ള വ്യക്തിയാണ്. ولقد كان السلف رحمهم الله يخافون فوات الإخلاص في طلبهم العلم فيتورعون عن ادعائه لا أنهم لم يحققوه في قلوبهم. سئل الإمام أحمد هل طلبت العلم لله؟ فقال لله عزيز ولكنه شيء حبب إلي فطلبته. ഈ 4 ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന വ്യക്തിക്കാണ് എന്തു പറയാൻ സാധിക്കുക? ഞാൻ ഇൽമ പഠിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെന്ന് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിന്റെ അരികിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിച്ചു, താങ്കൾ ഇൽമ പഠിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു റഹിമഹുല്ലാഹ്, ലില്ലാഹി അസീസ്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്ന് 100% എനിക്ക് പറയണമെങ്കിൽ അത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഈ പറയപ്പെടുന്ന നിബന്ധനകൾ പാലിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. എന്നിട്ട് ഇമാം അഹ്മദ് പറഞ്ഞു, വലാകിന്നഹു ശൈഉൻ ഹുബ്ബിബ ഇലയ്യ ഫതലബ്തുഹു, എനിക്ക് ഇൽമിനോടുള്ള ഇഷ്ടം കാരണത്താലാണ് ഞാൻ ഇൽമ തേടുന്നത്. ഇമാം അഹ്മദ് ഇൽമ പഠിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ ഇമാം അഹ്മദിന്റെ സൂക്ഷ്മതയാണ് സഹോദരങ്ങളെ അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.
അതുകൊണ്ട് നമ്മളൊക്കെ ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ നിരന്തരം അള്ളാഹുവിനോട് ചെയ്യേണ്ട ഒരു ദുആയാണ്, അള്ളാഹുവേ ഇൽമിന്റെ സദസ്സിൽ ഇഖ്ലാസോടുകൂടി ഇരിക്കാനുള്ള തൗഫീഖ് നൽകണം. ഇൽമ പഠിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടി പഠിക്കാനുള്ള തൗഫീഖ് നൽകണമെന്ന് എപ്പോഴും നമ്മൾ ദുആ ചെയ്യുക. അത് പണ്ഡിതന്മാരുടെ ഒരു മാർഗമാണ്. അതിനുശേഷം ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് പറഞ്ഞു, വമൻ ضيع الإخلاص فاته علم كثير. ആരെങ്കിലും ഇഖ്ലാസ് നഷ്ടപ്പെടുത്തിയാൽ അവന് ധാരാളം ഇൽമാണ് നഷ്ടപ്പെടുക. വഖൈറുൻ വഫീർ, അതുപോലെ തന്നെ ധാരാളം നന്മകളാണ് അവന് നഷ്ടപ്പെടുക. وينبغي لقاصد السلامة أن يتفقد هذا الأصل وهو الإخلاص في أموره كلها دقيقها وجليلها വസിർരിഹ വഅലനിഹ. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇഖ്ലാസ് അന്വേഷിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളൊക്കെ ഇൽമിൽ ഇഖ്ലാസോടുകൂടി പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 4 നിബന്ധനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. നമ്മൾ പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതനുസരിച്ചുകൊണ്ട് ഇവിടെ അമൽ ചെയ്യുക, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മളിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് അത്. ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? എപ്പോഴും നമ്മുടെ നീയത്തിനെ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ നീയത്തിനെ നാം പുതുക്കിക്കൊണ്ടേയിരിക്കുക. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, മാ ആലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി ലിഅന്നഹാ തതഖല്ലബു അലൈ. ഞാൻ ഏറ്റവും അധികം നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കാറുള്ളത് എന്റെ നീയത്തിനെയാണ്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ്, ആ ഇമാം, അദ്ദേഹം പറയുന്നു, ഞാൻ ഏറ്റവും അധികം നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കാറുള്ളത് എന്റെ നീയത്തിനെയാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, എത്രത്തോളം നമ്മുടെ നീയത്തിനെ നന്നാക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഇൽമ പഠിക്കുമ്പോൾ, ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, ഒരു വ്യക്തിക്ക് ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു സഹോദരൻ ദീനിനെതിരായ ഒരു മസ്അല നമ്മോട് പറഞ്ഞാൽ ആ വ്യക്തിയോട് നമ്മൾ എതിർപ്പ് കാണിക്കുന്നത് നമ്മൾ അദ്ദേഹത്തോട് അതിജയിക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തിലാണെങ്കിൽ നമ്മുടെ ഇൽമ കൊണ്ട് ഉപകാരമില്ല. നേരെ മറിച്ച് ആ വ്യക്തിക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണെങ്കിൽ അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇൽമിൽ ഇഖ്ലാസ് ഉണ്ടാവണം. ഏത് സമയത്തും നിയ്യത്ത് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിയ്യത്തിനെ എപ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കുക. സുലൈമാൻ അൽ ഹാഷിമി റഹിമഹുല്ലാഹ് പറഞ്ഞു, റുബ്ബമാ ഉഹദ്ദിസു ബിഹദീസിൻ വാഹിദ് വലിനിയ. ഞാൻ ചില സാഹചര്യങ്ങളിൽ എന്റെ അരികിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കും. വലിനിയ, എന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ്. فإذا أتيت على بعضه تغيرت نيتي. പക്ഷേ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ അരികിൽ ഒരു വിദ്യാർത്ഥി വരുന്നു, ഞാൻ ആ വിദ്യാർത്ഥിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന എന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാച് അതിന്റെ ഇടയിൽ കയറി വരുന്നു, എന്റെ നിയ്യത്ത് മാറിപ്പോകുന്നു. ഫൈദൽ ഹദീസുൽ വാഹിദു യഹ്താജു ഇലാ നിയ്യാത്ത്. ഒരു കർമ്മം തന്നെ, ഒരു ഹദീസ് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നിലധികം തവണ നിയ്യത്തിനെ നമ്മൾ പുതുക്കേണ്ടി വരും. ഇത് സാധാരണയാണ്. നമ്മൾ ഇന്ന് ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, ഒരു ഉദാഹരണത്തിന് നമ്മൾ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ കരുതും അള്ളാഹുവിന് വേണ്ടി മാത്രം. ഒന്നാമത്തെ റക്അത്തിൽ ആ നിയ്യത്ത് ഉണ്ടാകും. രണ്ടാമത്തെ റക്അത്തിൽ പലതരത്തിലുള്ള ചിന്തകളായിരിക്കും. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ വീണ്ടും നിയ്യത്തിനെ വീണ്ടെടുക്കാൻ പരിശ്രമിക്കുക. മൂന്നാമത്തെ റക്അത്തിൽ വീണ്ടും പല ചിന്തകൾ വരും. അതുകൊണ്ട് തന്നെ ഒരു അമൽ, ഒരു പക്ഷേ ഒന്നിലധികം നിയ്യത്തുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു മസ്അലയാണ് നിയ്യത്തിന്റെ വിഷയം. ഇഖ്ലാസുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിയ്യത്ത് എന്നുള്ളത്. ഒരു അമലിൽ തന്നെ ഒന്നിലധികം തവണ നിയ്യത്ത് നന്നാക്കേണ്ട ആവശ്യം വരും. അതിനാണ് ഉലമാക്കൾ തസ്ഹീഹുൻ നിയ്യ എന്ന് പറയുന്നത്. തസ്ഹീഹുൻ നിയ്യ എന്ന് പറയുന്നത് അതായത് ഒരു അമലിൽ തന്നെ ഒന്നിലധികം തവണ നിയ്യത്ത് നന്നാക്കേണ്ട അവസ്ഥ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ വരുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത്? ഹൃദയം ശുദ്ധീകരിക്കുക. രണ്ടാമത്തെ കാര്യം ഇഖ്ലാസ് ഉണ്ടാവുക. മൂന്നാമത്തെ കാര്യം അൽ മഅഖിദു الثالث ജംഉ ഹിമ്മത്തിൻ നഫ്സി അലൈഹി. ജംഉ ഹിമ്മത്തിൻ നഫ്സി അലൈഹി. ഇൽമ പഠിക്കാൻ സത്യസന്ധമായി നമ്മൾ തയ്യാറെടുക്കുക. ഇൽമ പഠിക്കാൻ സത്യസന്ധമായി നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക. ഹിമ്മത്തോടുകൂടി ഇൽമ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. تجمع الهمة على المطلوب بتفقد 3 أمور. أولها الحرص على ما ينفع، فمتى وفق العبد إلى ما ينفعه حرص عليه. ثانيها الاستعانة بالله عز وجل في تحصيله. ثالثها عدم العجز عن بلوغ البغية منه. وقد جمعت هذه الأمور 3 في الحديث الذي رواه مسلم
عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال احرص على ما ينفعك واستعن بالله ولا تعجز. ഇൽമ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, ഇൽമിനോടുള്ള ബഹുമാനവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കാര്യം, ഇൽമ പഠിക്കുമ്പോൾ സത്യസന്ധമായി അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുക. സത്യസന്ധമായി അതിനുവേണ്ടി നാം തയ്യാറാവുക. അതിന് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വ്യക്തി ഇൽമിൽ സത്യസന്ധതയുള്ളവനാണ് എന്ന് മനസ്സിലാക്കാൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തേത് അൽ ഹിർസു അലാ മാ യൻഫഅ, ഉപകാരപ്രദമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോരോ വിഷയങ്ങൾ, അടിസ്ഥാനപരമായ വിഷയങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും സത്യസന്ധമായ ഇൽമിന്റെ അടയാളമല്ല. സത്യസന്ധമായ ഇൽമിന്റെ ഒരു അടയാളം എന്നുള്ളത് അൽ ഹിർസു അലാ മാ യൻഫഅ, ഉപകാരമുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുക. രണ്ടാമത്തേത് അൽ ഇസ്തിആനതു ബില്ലാഹി ഫീ തഹ്സീലിഹി, ഏതൊരു കാര്യമാണോ നമ്മൾ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം ചോദിക്കുക. എന്റെ സംസാരം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാനുള്ളത്, ഇതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. ഇന്ന് പല സഹോദരങ്ങളും ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കും, ഹദീസിന്റെ മജ്ലിസിൽ പങ്കെടുക്കും, ഫിഖ്ഹിൽ പങ്കെടുക്കും, ഖുർആനിൽ പങ്കെടുക്കും. പക്ഷേ അവർ പഠിക്കുന്ന കാര്യം, അല്ലാഹു എനിക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് ദുആ ചെയ്യുന്നവർ എത്ര ആൾക്കാരുണ്ട്? ഈ ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ പങ്കെടുത്തു, എത്ര ആൾക്കാർ ദുആ ചെയ്യാറുണ്ട് സത്യസന്ധമായി അല്ലാഹുവോട്, അല്ലാഹുവേ ഈ ഇൽമ് എനിക്ക് നീ മനസ്സിലാക്കി തരണം. അപ്പൊ അല്ലാഹുവിനോടുള്ള ഇസ്തിആന എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഒരു വ്യക്തിക്ക് എത്ര തന്നെ പഠിക്കാൻ കഴിവുണ്ടെങ്കിലും അല്ലാഹുവിന്റെ സഹായമില്ലാതെ അവന്റെ മനസ്സിൽ ഇൽമ് നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ഇൽമ് പഠിക്കുന്ന സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം അൽ ഇസ്തിആനതു ബില്ലാഹി അസ്സ വജല്ല ഫീ തഹ്സീലിഹി, ഇൽമ് പഠിക്കുന്നതിൽ അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. മൂന്നാമത്തേത് അദമുൽ അജ്സി അൻ ബുലൂഗിൽ ബുഗ്യതി മിൻഹു, താൻ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിഷയത്തിൽ എനിക്കത് പഠിക്കാൻ സാധിക്കുകയില്ല എന്നൊരു തോന്നൽ ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല. ഒരു വിഷയം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നമ്മുടെ മനസ്സിൽ എനിക്കത് സാധിക്കുകയില്ല എന്നൊരു തോന്നൽ സഹോദരങ്ങളെ ഉണ്ടാവാൻ പാടില്ല. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഇന്ന് ചില സഹോദരങ്ങൾ ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി ഇരിക്കും. 1 തവണ ഓതും, 5 തവണ ഓതും, 10 തവണ ഓതും. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം 20 തവണ ഓതിയാലും അവർക്ക് ഖുർആൻ ഹിഫ്ളാവുകയില്ല, അവർ നിരാശരാകും. അതിന്റെ ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമ്മോട് വാജിബാക്കിയിരിക്കുന്നത് നല്ല കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്രത്തോളം ഹിഫ്ള് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതിനേക്കാളും എത്രത്തോളം സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ അരികിൽ ഒരു വിദ്യാർത്ഥി വന്ന് ചോദിച്ചു, ഞാൻ 8 വർഷമായി ഇൽമ് പഠിക്കുന്നു, എനിക്കിപ്പോഴും കാര്യമായി ഒന്നും അറിയുകയില്ല, അതുകൊണ്ട് ഇത് ഞാൻ നിർത്തി മറ്റൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ദുനിയാവിന്റെ മറ്റു തര ശുഗലുകളിലേക്ക് ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഈ 8 വർഷം നീ സത്യസന്ധമായാണ് ഇരുന്നതെങ്കിൽ നീ ഇബാദത്തിലാണ്, നീ 8 വർഷത്തോളം ഇബാദത്തിലാണ്. അതുകൊണ്ട് നിനക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഇൽമിന്റെ മേഖലയിൽ നീ തുടരുക, ഇൽമിന്റെ മജ്ലിസുകളിൽ നീ പങ്കെടുക്കുക എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് നസീഹത്ത് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ പറയപ്പെട്ട 3 നിബന്ധനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്. ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നീ ഇടപെടുക. നിനക്ക് നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നീ കൂടുതൽ താല്പര്യം കാണിക്കുക. വസ്തഇൻ ബില്ലാഹ്, അതിൽ അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. വലാ തഅജിസ്, നീ അതിൽ അശക്തരാവരുത്, എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് നീ കരുതരുത്. ജുനൈദ് റഹിമഹുല്ലാ പറഞ്ഞു, മാ തലബ അഹദുൻ ഷൈഅൻ ബിജിദ്ദിൻ വസിദ്ഖിൻ ഇല്ലാ നാലഹു ഫഇൻ ലം യനൽഹു കുല്ലഹു നാല ബഅദഹു. ഒരു വ്യക്തി സത്യസന്ധമായി പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അത് നൽകും. ഒരു പക്ഷേ അവൻ ചോദിച്ചത് പൂർണ്ണമായിട്ട് നൽകിയിട്ടില്ല എങ്കിലും അവൻ അല്ലാഹു അതിന്റെ ഒരു വിഹിതം നൽകുന്നതാണ് എന്ന് ജുനൈദ് റഹിമഹുല്ലാ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും നിരാശരാവേണ്ട ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായ നിയത്തുണ്ടാവുക, സത്യസന്ധമായി അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുക, അവനോട് ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ വേണ്ടി പറയുക.
പഠിക്കാൻ സാധിക്കുന്ന അത്രയും പഠിക്കുക. നമ്മൾ പരിശ്രമിച്ചിട്ടും പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, പരിശ്രമിക്കുന്നവരെ, നല്ലത് ചെയ്യുന്നവരെ അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവുക. എന്നിട്ട് ശൈഖ് ഇവിടെ പറഞ്ഞു, വഇന്ന മിമ്മാ യുഅ്ലിൽ ഹിമ്മ വയസ്മു ബിന്നഫ്സ് ഇഅ്തിബാറ ഹാലി മൻ സബഖ. മുൻഗാമികളുടെ ചരിത്രങ്ങൾ, അവരുടെ അവസ്ഥകൾ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് എന്താകും? നമ്മുടെ മനസ്സിൽ കൂടുതൽ ഇൽമ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകും, സത്യസന്ധത കൂടുതൽ പുലർത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നിട്ട് ഒന്ന് രണ്ട് ചരിത്രങ്ങൾ ഇവിടെ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വായിക്കാം. وقرأ الخطيب البغدادي رحمه الله صحيح البخاري كله على إسماعيل الحيري في 3 مجالس. ഇമാം ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് ഇസ്മായിൽ അൽ ഹിയരിയുടെ അരികിൽ 3 മജ്ലിസുകളിൽ ഇരുന്നു കൊണ്ട് സഹീഹുൽ ബുഖാരി ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു. ഇമാം ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് ഇസ്മായിൽ അൽ ഹിയരിയുടെ അരികിൽ ഇരുന്നു കൊണ്ട് 3 മജ്ലിസുകളിലായി സഹീഹുൽ ബുഖാരി മൊത്തത്തിൽ വായിച്ചു തീർത്തു. اثنان منها في ليلتين من وقت صلاة المغرب إلى صلاة الفجر. അതിൽ 2 മജ്ലിസ് എപ്പോഴായിരുന്നു? മഗ്രിബ് നിസ്കാരം മുതൽ പിറ്റേ ദിവസം ഫജ്ർ നിസ്കാരം വരെ ഇരുന്നു കൊണ്ട് ബുഖാരിയുടെ നല്ലൊരു ഭാഗം വായിച്ചു. 3 മജ്ലിസുകളിലായി ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരി മൊത്തത്തിൽ വായിച്ചു തീർത്തു. അതിൽ 2 മജ്ലിസുകൾ മഗ്രിബ് മുതൽ ഫജ്ർ വരെയും, 3ാമത്തെ മജ്ലിസ് ഒരു ദിവസം രാവിലെ തുടങ്ങി മഗ്രിബ് വരെയും. ഇങ്ങനെ 3 മജ്ലിസുകളിലായിക്കൊണ്ട് ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരി ഇസ്മായിൽ അൽ ഹിയരിയുടെ അരികിൽ വായിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 3 മജ്ലിസുകളിലായി ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് ഇസ്മായിൽ അൽ ഹിയരിയുടെ അരികിൽ സഹീഹുൽ ബുഖാരി മൊത്തത്തിൽ വായിച്ചു തീർത്തു. അതിൽ 2 മജ്ലിസ് എങ്ങനെയായിരുന്നു? മഗ്രിബ് മുതൽ ഫജ്ർ വരെ. 3ാമത്തെ മജ്ലിസ് ഒരു ദിവസം രാവിലെ തുടങ്ങി മഗ്രിബിന് നിർത്തി, അതിനുശേഷം മഗ്രിബ് ശേഷം തുടങ്ങി പിറ്റേ ദിവസം ഫജ്ർ വരെ. മനസ്സിലായോ? ഇങ്ങനെ 3 മജ്ലിസുകളിലായിക്കൊണ്ട് ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരി മൊത്തത്തിൽ 3 ദിവസം കൊണ്ട് വായിച്ചു തീർത്തു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? നാമും പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്കും പലതും പഠിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇന്ന് പല ആൾക്കാർക്കുമുള്ള ധാരണ എന്താ? എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കുകയില്ല, എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കുകയില്ല എന്ന ചിന്താഗതിയാണ് ഇന്ന് പല ആൾക്കാർക്കും പ്രയാസമുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അബുൽ വഫാ ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ 80ാമത്തെ വയസ്സിലും അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എനിക്ക് പ്രായമായെങ്കിലും എനിക്ക് പഠിക്കാനുള്ള താല്പര്യം ഇപ്പോഴും നിന്നിട്ടില്ല. ഇതുപോലെ ആയിരിക്കണം നമ്മൾ എത്ര പ്രായം വെച്ചാലും നമുക്ക് പഠിക്കാൻ സാധിക്കും. എന്റെ റബ്ബ് എന്നെ സഹായിക്കും, എന്റെ റബ്ബിലേക്ക് ആവശ്യങ്ങൾ പറഞ്ഞാൽ എന്റെ ആവശ്യങ്ങൾ നടക്കും എന്നൊരു ദൃഢമായ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിലേക്ക് നമ്മൾ കാര്യങ്ങൾ ഉയർത്തുക. അപ്പോൾ സഹോദരങ്ങളെ, ഇൽമിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ട ഒരു കാര്യമാണ് സത്യസന്ധമായി ഇൽമിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളത്. അതിന്റെ 3 നിബന്ധനകളാണ് നമ്മൾ പറഞ്ഞത്. വൽമഅഖിദു റാബിഅ, 4ാമത്തെ കാര്യം സർഫുൽ ഹിമ്മത്തി ഇലാ ഇൽമിൽ ഖുർആനി വസ്സുന്നഹ്. സർഫുൽ ഹിമ്മത്തി ഇലാ ഇൽമിൽ ഖുർആനി വസ്സുന്നഹ്. നമ്മൾ ഇൽമ പഠിക്കുന്നതിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് എന്തിനാണ്? ഖുർആനിനും സുന്നത്തുമാണ്. ഇൽമ പഠിക്കുന്നതിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് ഖുർആനിനും സുന്നത്തിനുമാണ്. ഇവിടെ ഖുർആൻ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചില ആൾക്കാർ ഇത് മനസ്സിലാക്കിയതുപോലെ ഖുർആൻ ഒന്ന്, സുന്നത്ത് മറ്റൊന്ന്, ഹദീസ് വേറെ, അഖീദ വേറെ, അങ്ങനെയല്ല. ഖുർആനിലും സുന്നത്തിലും ഉൾപ്പെട്ടത് തന്നെയാണ് ഫിഖ്ഹ്, അതിൽ ഉൾപ്പെട്ടത് തന്നെയാണ് അഖീദ. കാരണം ഖുർആൻ അഖീദ എവിടെ നിന്നാണ് മനസ്സിലാക്കുക? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും. ഫിഖ്ഹ് എവിടെ നിന്നാണ് മനസ്സിലാക്കുക? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ട വിഷയം എന്തായിരിക്കണം? ഖുർആനും സുന്നത്തുമായിരിക്കണം. ഇന്ന കുല്ല ഇൽമിൻ നാഫിഇൻ മറദ്ദുഹു ഇലാ കലാമില്ലാഹി വ കലാമി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഉപകാരപ്രദമായ അറിവിന്റെയും അടിസ്ഥാനം പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമാണ്. എല്ലാ ഖൈറിന്റെയും എല്ലാ ഉപകാരപ്രദമായ അറിവിന്റെയും അടിസ്ഥാനം പരിശുദ്ധമായ ഖുർആനും സുന്നത്തുമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അറാദൽ ഇൽമ ഫല്യുസവ്വിരിൽ ഖുർആൻ ഫഇന്ന ഫീഹി ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. ആരെങ്കിലും ഇൽമ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് അറിവ് ആവശ്യമാണെങ്കിൽ ഖുർആനും സുന്നത്തും അവൻ പഠിക്കുക. മുൻഗാമികളുടെയും പിൻഗാമികളുടെയും എല്ലാ കാര്യങ്ങളും ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു.
അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് എന്തിനാണ്? പരിശുദ്ധമായ ഖുർആൻ പഠിക്കുവാനും അതുപോലെ തന്നെ ഹദീസ് പഠിക്കുവാനുമാണ്. വബാഖിൽ ഉലൂം, അതല്ലാത്ത ബാക്കിയുള്ള അറിവുകൾ, ഇമ്മാ ഖാദിമുൽ ലഹുമാ ഫയുഖദു മിൻഹുമാ മാ തതഹഖഖു ബിഹിൽ ഖിദ്മ ഔ അജ്നബിയ്യുൻ അൻഹുമാ ഫലാ യദുറുൽ ജഹ്ലു ബിഹി. പരിശുദ്ധമായ ഖുർആനും സുന്നത്തുമല്ലാത്ത മറ്റിതര വിജ്ഞാനങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഒന്നുകിൽ പരിശുദ്ധമായ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന വിജ്ഞാനങ്ങൾ, ഉദാഹരണത്തിന് അറബി ഭാഷ അല്ലെങ്കിൽ അറബി ഭാഷയുടെ നിയമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? ഫയുഖദു മിൻഹുമാ തതഹഖഖു ബിഹിൽ ഖിദ്മ, ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ ആവശ്യമായ അത്ര നമ്മൾ പഠിക്കുക. ഇപ്പം ഭാഷയിൽ നിന്ന് അതുപോലെ തന്നെ നഹ്വിൽ നിന്നും സർഫിൽ നിന്നുമൊക്കെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഖുർആനും സുന്നത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്ര നമ്മൾ പഠിക്കണം. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഭാഷ പഠിക്കുന്നതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന നസീഹത്തിൽ എന്താണ് പറയാറുള്ളത്? ആജുർ റൂമിയ പഠിക്കുക, അല്ലെങ്കിൽ ആജുർ റാമിയ പഠിക്കുക, അതിനുശേഷം ഖത്റുന്നദ പഠിക്കുക, അതിനുശേഷം അൽഫിയ പഠിക്കുക. അൽഫിയ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നഹ്വിന്റെ മറ്റൊരു കിതാബിലേക്കും നിങ്ങൾ പോകരുത്, മറിച്ച് ബാക്കിയുള്ള ഇൽമ് പഠിക്കുക, ഖുർആനും സുന്നത്തും പഠിക്കുക. കാരണം ഭാഷയിൽ തന്നെ ധാരാളം സമയം ചെലവഴിക്കുക എന്നുള്ളത് ഒരിക്കലും ശരീഅത്ത് പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്. ശരീഅത്ത് എപ്പോഴും അടിസ്ഥാനമായി പ്രോത്സാഹിപ്പിക്കുന്നത് ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനാണ്. മറ്റിതര ഇൽമുകൾ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് രൂപത്തിലാണ്. ഒന്നുകിൽ ഖുർആനിനെയും സുന്നത്തിനെയും ഖിദ്മത്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് ആവശ്യമുള്ളത് പഠിക്കുക. അതല്ലാത്ത കാര്യങ്ങൾ, ഭൗതികമായ അറിവാവട്ടെ മറ്റേത് വിഷയങ്ങളാവട്ടെ, അത് പഠിക്കാതിരുന്നാൽ അത് കാരണത്താൽ ഒരു ദ്രോഹവുമില്ല. ഒരു വ്യക്തി ഭൗതികമായിട്ടൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി ABCD അയാൾക്ക് അറിയില്ല എങ്കിൽ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ദ്രോഹവും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിക്കുന്ന ഇൽമിൽ പെട്ടതല്ല ഈ കാര്യം. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങൾ ആ വിഷയത്തിനാണ് കൂടുതൽ ശ്രദ്ധ കാണിച്ചിരുന്നത്. മുൻഗാമികൾ പരിശുദ്ധമായ ഖുർആനിനും സുന്നത്തിനും കൂടുതൽ ശ്രദ്ധ കാണിച്ചു. മസ്റൂഖ് ഇബ്നുൽ അജ്ദഅ റഹിമഹുല്ലാഹ് പറഞ്ഞു, അദ്ദേഹം കൂഫയിൽ ജീവിച്ച ഒരു താബിഈയാണ്. ശരിക്കും ശ്രദ്ധിക്കുക, മാ നസ്അലു അസ്ഹാബ മുഹമ്മദിൻ അൻ ഷൈഇൻ ഇല്ലാ ഇൽമുഹു ഫിൽ ഖുർആൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലെങ്കിൽ സഹാബികളോട് നമ്മൾ എന്ത് ചോദിച്ചാലും അവർ നമുക്ക് എങ്ങനെ മറുപടി നൽകും? ഖുർആനിൽ നിന്ന് മറുപടി നൽകുമായിരുന്നു. മസ്റൂഖ് ഇബ്നുൽ അജ്ദഅ റഹിമഹുല്ലാഹ് പറയുന്നു, സഹാബത്തിനോട് എന്ത് കാര്യം നമ്മൾ ചോദിച്ചാലും പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നമുക്ക് മറുപടി തരുമായിരുന്നു. ഇല്ലാ അന്ന ഇൽമനാ യഖ്സുറു മിൻഹു, പക്ഷേ പിൽക്കാലഘട്ടത്തിൽ വന്ന ആൾക്കാർക്ക് ഖുർആനിലും സുന്നത്തിലും അറിവില്ലാത്തതിന്റെ പേരിൽ ധാരാളം സംസാരിക്കുമെന്നല്ലാതെ അവർക്ക് ഇൽമു കുറവാണ് എന്ന് മസ്റൂഖ് ഇബ്നുൽ അജ്ദഅ റഹിമഹുല്ലാഹ് പറയുന്നു. ഇതാണ് ഹമ്മാദ് ഇബ്നു സെയ്ദ് റഹിമഹുല്ലാഹയും പറഞ്ഞത്. ഖുൽതു ലി അയ്യൂബ് അസ്സഖ്തിയാനി, ഞാൻ അയ്യൂബ് അസ്സഖ്തിയാനിയോട് ചോദിച്ചു, അൽ ഇൽമു അൽയൗം അക്തർ ഔ ഫീമാ തഖദ്ദം, ഇന്നാണോ അറിവ് ഏറ്റവും കൂടുതൽ, അതല്ല മുൻകാലഘട്ടത്ത് സഹാബത്തിന്റെ കാലഘട്ടത്തിലാണോ? അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും, ഇന്ന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, ധാരാളം പുസ്തകങ്ങളുണ്ട്, സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇത്രയും അധികം പുസ്തകങ്ങളൊന്നുമില്ല, അപ്പോൾ ഇന്നല്ല ഇൽമു കൂടുതൽ? അല്ല. അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ കലാമുൽ യൗം അക്തർ, ഇന്ന് സംസാരമാണ് അധികം, വൽ ഇൽമു ഫീമാ തഖദ്ദമ അക്തർ, മുൻകാലഘട്ടത്തിൽ ഇൽമാണ് അധികം. ഇതാണ് സഹോദരങ്ങളെ അന്നും ഇന്നുമായിട്ടുള്ള വ്യത്യാസം. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങൾ വായിച്ചു നോക്കിയാൽ, അവിടുത്തെ ഖുതുബകൾ വായിച്ചു നോക്കിയാൽ ഏറ്റവും ദീർഘമായ ഖുതുബ ഏതാണ്? ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞിരിക്കുന്ന ഖുതുബയാണ്. ഒരു പേജിൽ നമുക്കത് എഴുതിയെടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ആ ഒരു പേജ് മുഖേന ഈ ലോകത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എത്രയാണ്? ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വലിയ ഖുതുബകളിലൂടെ, വലിയ വലിയ ലേഖനങ്ങളിലൂടെയൊന്നും വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് ചെറിയ ചെറിയ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടു, ആൾക്കാർ അതൊക്കെ പ്രചരിപ്പിച്ചു, ജനങ്ങൾക്കിടയിൽ മാറ്റമുണ്ടായി. ഇന്ന് ലക്ഷക്കണക്കിന് കിതാബുകൾ ലോകത്ത് ലഭ്യമാണ്, പക്ഷേ ഇൽമ് ഇന്ന് ലോകത്ത് നിന്ന് ചുരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മുൻഗാമികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ബറക്കത്തുകളിൽ പെട്ടതാണ്, അവർ ഇൽമ് മുറുകെ പിടിച്ചപ്പോൾ അവർക്കിടയിൽ സംസാരം കുറഞ്ഞു, ഇൽമ് അധികരിച്ചു. പിൽക്കാലഘട്ടത്തിൽ സംസാരം അധികരിച്ചു, ഇൽമ് കുറയുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, നേരെ മറിച്ച് മുൻഗാമികളുടെ അവസ്ഥ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഖുർആനും സുന്നത്തും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അൽ മഅഖിദുൽ ഖാമിസ്, അഞ്ചാമത്തെ കാര്യം, സുലൂകുൽ ജാദ്ദത്തിൽ മൂസിലതി ഇലൈഹി, ഇൽമ് പഠിക്കാൻ അതിൻ്റെതായ മാർഗത്തിൽ നമ്മൾ പ്രവേശിക്കുക. ഇൽമ് പഠിക്കാൻ അതിൻ്റെതായ മാർഗത്തിൽ നമ്മൾ പ്രവേശിക്കുക.
ഇൽമിന്റെ ഒരു മാർഗമുണ്ട്. ഇൽമിന്റെ മാർഗം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ പഠിക്കേണ്ട ഒരു മാർഗമല്ല, മറിച്ച് ഇൽമിന് അതിൻ്റെതായ ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ ആയിരിക്കണം നാം ഇൽമ പഠിക്കേണ്ടത്. ആ മാർഗത്തിലൂടെ ആയിരിക്കണം ഇൽമ പഠിക്കേണ്ടത്. لكل مطلوب طريق يوصل إليه فمن سلك جادة مطلوبه أوقفته عليه ومن عدل عنها لم يظفر بمطلوبه وإن للعلم طريقا من أخطأها ضل ولم ينل المقصود وربما أصاب فائدة قليلة مع تعب كثير. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു വഴിയുണ്ട്. ഏതൊരു വിഷയം നമ്മൾ കൈക്കലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെതായ ഒരു മാർഗമുണ്ട്. ഇതുപോലെ ഇൽമിനും ഇൽമിൻ്റെതായ ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അത് നമുക്ക് മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇൽമ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഇൽമ സ്വീകരിക്കേണ്ടത്. അതാണ് സഹോദരങ്ങളെ ഇൽമിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ഇഷ്ടപ്രകാരം നെറ്റ് നോക്കി ഗൂഗിളിൽ അടിച്ചു നോക്കി അങ്ങനെയല്ല ഇൽമ പഠിക്കേണ്ടത്, മറിച്ച് ഇൽമിൻ്റെതായ മുൻഗാമികളെ തൊട്ട് വരുന്ന ഒരു മാർഗം ഇൽമിനുണ്ട്. ആ വഴിയിലൂടെയാണ് നമ്മൾ ഇൽമ പഠിക്കേണ്ടത്. وقد ذكر هذا الطريق بلفظ جامع مانع محمد مرتضى بن محمد الزبيدي صاحب تاج العروس في منظومة له تسمى ألفية السند. ഇമാം സബീദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽഫിയത്തു സനദിൽ ഇൽമ പഠിക്കേണ്ട മാർഗം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, فما حوى الغاية في ألف سنة شخص فخذ من كل فن أحسنه بحفظ متن جامع للراجح تأخذه على مفيد ناصح. فطريق العلم وجادته مبنية على أمرين من أخذ بهما كان معظما للعلم لأنه يطلبه من حيث يمكن الوصول إليه. ഇവിടെ സബീദി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് എന്താണ്? ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് ഹിഫ്ളു മത്നിൻ ജാമിഇൻ ലിറാജിഹി ഫലാ ബുദ്ദ മിൻ ഹിഫ്ളിൻ വമൻ ظن أنه ينال العلم بلا حفظ فإنه يطلب محالا. ഇൽമ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഏതൊരു ഇൽമാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ ഉലമാക്കൾ രചിച്ചിരിക്കുന്ന ചെറിയൊരു മത്ൻ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ ഹദീസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹദീസിൽ ഉലമാക്കൾ രചിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉലമാക്കൾ പറയുന്ന തർത്തീബിലുള്ള ചെറിയൊരു കിതാബ് നമ്മൾ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു വ്യക്തി ഹദീസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരെ സഹീഹുൽ ബുഖാരി പോയി ഹിഫ്ള് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. മറിച്ച് ഒരു വ്യക്തി ഹിഫ്ള് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ബുഖാരി ഹിഫ്ള് ചെയ്യുക എന്നുള്ളത് ഉലമാക്കളുടെ മാർഗത്തിന് എതിരാണ്. മറിച്ച് ആ വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? അർബഊന നവവിയ വെച്ച് തുടങ്ങുക. ഇമാം നവവി റഹിമഹുല്ലാഹയുടെ അർബഊന നവവിയ ഹിഫ്ള് ചെയ്യുക. അതിനുശേഷം അടുത്ത കിതാബ്, അതിനുശേഷം അടുത്ത കിതാബ്, അങ്ങനെ തർത്തീബ് അനുസരിച്ച് പോവുക. ഏത് വിഷയത്തിലാണെങ്കിലും ഇങ്ങനെയാണ്. ഒരു വ്യക്തി നഹ്വ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, ആദ്യം തന്നെ അൽഫിയ പഠിക്കുക. അത് ഇൽമിന്റെ തരീഖിനെതിരാണ്. മറിച്ച് ഇൽമിന്റെ തരീഖിൽ ആദ്യമായി ചെയ്യേണ്ടത് ആ വിഷയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ചെറിയൊരു മത്ൻ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, വമൻ ظن ആരെങ്കിലും കരുതിയാൽ അന്നഹു യനാലുൽ ഇൽം അദ്ദേഹത്തിന് ഇൽമ കരസ്ഥമാക്കാൻ സാധിക്കും ബിലാ ഹിഫ്ളിൻ ഒന്നും മനപ്പാഠമാക്കാതെ ഇൽമ കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് കരുതിയാൽ ഫഇന്നഹു യത്ലുബു മുഹാല ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അയാൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ ഒരു അടിസ്ഥാനമാണ് ഹിഫ്ള് ചെയ്യുക എന്നുള്ളത്. ഇൽമിന്റെ അടിസ്ഥാനമാണ് ഹിഫ്ള് ചെയ്യുക എന്നുള്ളത്. എന്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, നാം ചെയ്യുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട തെളിവുകളെങ്കിലും നമ്മൾ ചുരുങ്ങിയത് ഹിഫ്ള് ചെയ്യണം. നമ്മുടെ നിസ്കാരം, നമ്മുടെ വുളു, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെങ്കിലും അതിന്റെ തെളിവുകൾ നാം ഹിഫ്ള് ചെയ്യണം. അതായിരുന്നു മുൻഗാമികളുടെ മാർഗം. ഇന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, പല സാധാരണക്കാരുടെ അവസ്ഥയ്ക്ക് പുറമെ ചില വിദ്യാർത്ഥികളുടെയും അവസ്ഥ എന്താണ്? അവർക്കൊന്നും ഹിഫ്ള് ഇല്ല. പല ആൾക്കാർക്കും ഹിഫ്ള് ഇല്ല. അവരോട് എന്തെങ്കിലും മസ്അല ചോദിച്ചാൽ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അതിനുശേഷം മറുപടി നൽകും. ഇതല്ല ഇൽമിന്റെ അടയാളം. ഇൽമിന്റെ അടയാളം എന്നുള്ളത് അവരുടെ ഇൽമ് അവരുടെ മനസ്സിലുണ്ടായിരിക്കണം. അവരുടെ ഇൽം അവരുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതാണ് ഇൽമിന്റെ ഒന്നാമത്തെ ഷർത്ത്. ഇൽമിന്റെ രണ്ടാമത്തെ ഷർത്ത് എന്താണ്? ഫഅഖ്ദുഹു അലാ മുഫീദിൻ നാസിഹിൻ നസീഹത്തുള്ള, നമുക്ക് ഇൽമ പഠിപ്പിച്ചു തരാൻ കഴിവുള്ള വ്യക്തിയുടെ അരികിൽ നിന്ന് ഇൽമ പഠിക്കുക. നസീഹത്തോടുകൂടി നമുക്ക് ഇൽമ പഠിപ്പിച്ചു തരാൻ കഴിവുള്ള വ്യക്തിയുടെ അരികിൽ നമ്മൾ പോയി ഇൽമ പഠിക്കുക. രണ്ട് നിബന്ധനയാണ് പറഞ്ഞത്. ഒന്നാമത്തേത്
ഇൽമ പഠിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടാവണം. ചില ആൾക്കാർക്ക് ഇൽമുണ്ടാകും, പക്ഷെ അത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവുകയില്ല. ചില ആൾക്കാർക്ക് ഇൽമുണ്ടാകും, പക്ഷേ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ വരുന്ന ആൾക്കാരെ അദ്ദേഹത്തെ സുഖിപ്പിച്ചുകൊണ്ട് ഇൽമിനെ മാറ്റിമറിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ അരികിൽ പോയി ഇൽമ നമ്മൾ പഠിക്കരുത്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് പറയാറുണ്ട്, ഇൽമിന്റെ ഹക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ അരികിൽ വരുന്ന വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി മാത്രമാണെങ്കിൽ പോലും ഇൽമിന്റെ ഹക്ക് നമ്മൾ പറയണം. അപ്പൊ നമ്മൊരു ഉസ്താദിനെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആ വ്യക്തിക്ക് അതിന്റെ അർഹതയുണ്ടാവണം. രണ്ടാമത്തേത് അൻ-നസീഹ. ആ വ്യക്തിക്ക് കേവലം ഇൽമ മാത്രമല്ല ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കേണ്ടത്, മറിച്ച് ഏറ്റവും നല്ല നസീഹത്ത്, ഏറ്റവും നല്ല തർബിയത്തും ആ വ്യക്തിയിലൂടെ നമുക്ക് ലഭിക്കേണ്ടതും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണത്. ഒന്നാമത്തേത്, ഏതൊരു വിഷയമാണോ പഠിക്കുന്നത് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനഃപ്പാഠമാക്കുക. രണ്ടാമത്തേത്, നല്ല ഷെയ്ഖിന്റെ അരികിൽ, അർഹതയുള്ള ഒരു ഉസ്താദിന്റെ അരികിൽ പോയിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇൽമ പഠിക്കേണ്ടത്. എന്നിട്ട് ഷെയ്ഖ് ഇവിടെ പറഞ്ഞു, വൽ അസ്ലു ഫീ ഹാദാ, ഇതിന്റെ അടിസ്ഥാനം എന്താണ്? മാ അഖ്റജഹു അബൂ ദാവൂദ് ഫീ സുനനി, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചു, ബിഇസ്നാദിൻ ഖവിയ്യിൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇൽമിന്റെ മാർഗം എങ്ങനെയായിരിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, തസ്മഊന, നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുന്നു, വയുസ്മഉ മിൻകും, നിങ്ങളിൽ നിന്ന് ഇനി വരുന്നവർ കേൾക്കും, താബിഈങ്ങൾ കേൾക്കും, വയുസ്മഉ മിമ്മൻ സമിഅ മിൻകും, അതിനുശേഷമുള്ളവർ അവരിൽ നിന്ന് കേൾക്കും. ഇങ്ങനെ പരമ്പരയായിക്കൊണ്ടാണ് ഇൽമു വരേണ്ടത്. ഇൽമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? മശായിഖന്മാരുടെ വായിൽ നിന്ന് നേരിട്ട് കേൾക്കുക എന്നുള്ളതാണ് ഇൽമിന്റെ അടിസ്ഥാനം. ഒരാൾക്കും ആ വിഷയത്തിൽ സംശയമില്ല. ഇൽമിന്റെ അടിസ്ഥാനം എന്നുള്ളത് മശായിഖന്മാരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവരുടെ വായിൽ നിന്ന് നേരിട്ട് കേൾക്കലാണ്. ഇത് ഞാൻ പറയുന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസ്മഊന, നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുന്നു, വയുസ്മഉ മിൻകും, നിങ്ങളിൽ നിന്നും ഇതുപോലെ കേൾക്കപ്പെടും, വയുസ്മഉ മിമ്മൻ സമിഅ മിൻകും, നിങ്ങളിൽ നിന്ന് അതിനുശേഷം വരുന്ന തലമുറ കേൾക്കും. അങ്ങനെ ഓരോരോ തലമുറയായി ഇങ്ങനെ ഇൽമ് കൈമാറപ്പെടണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതാണ് ഇൽമിന്റെ അസ്ൽ, ഇതാണ് ഇൽമിന്റെ അസ്ല്. പക്ഷേ ഉലമാക്കൾ ഈ വിഷയം വിശദീകരിക്കുമ്പോൾ, ഒരു നാട്ടിൽ പണ്ഡിതന്മാരില്ല എങ്കിൽ പണ്ഡിതന്മാരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ കിതാബുകൾ വിശദീകരിച്ചുകൊണ്ട് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് സംസാരിക്കാമെന്നും, അതല്ലെങ്കിൽ ഒരു ആലിം ഇജാസ് നൽകിയിരിക്കുന്ന വിദ്യാർത്ഥിക്ക് പഠിപ്പിക്കാമെന്നൊക്കെ ഉലമാക്കൾ അതിന്റെ വിശദീകരണത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിൽ അതിൻ്റെതായ മാർഗത്തിൽ നമ്മൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഉസ്താദ് എന്നുള്ളത് ഇൽമുള്ള വ്യക്തിയായിരിക്കണം, അദ്ദേഹത്തിന് അതിനുള്ള അർഹതയുണ്ടാവണം, അതുപോലെ തന്നെ നല്ല തർബിയത്ത് നൽകുന്ന വ്യക്തിയായിരിക്കണം. ചില ആൾക്കാരുണ്ടാകും, അവർക്ക് ഇൽമുണ്ട് പക്ഷേ മോശപ്പെട്ട സ്വഭാവം, അവരോട് ഇൽമിന് വേണ്ടി നമ്മൾ സമീപിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇൽമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹിഫ്ള് എന്നുള്ളത്. അൽ-മഅഖിദു സാദിസ്, 6ാമത്തെ കാര്യം, റിയായത്തു ഫുനൂനിഹി ഫിൽ അഖ്ദ് വതഖ്ദീമുൽ അഹമ്മി ഫൽ മുഹിം. ഇൽമ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. ഇൽമ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 6ാമത്തെ കാര്യം, ഇൽമിനോടുള്ള ബഹുമാനത്തിൽപ്പെട്ട 6ാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഇൽമ പഠിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹസനുൻ ജമീൽ, ഇൽമ പഠിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. വലാകിൻ ഉൻദുർ ഇലല്ലദീ യൽസമുക മിൻ ഹീന തുസ്ബിഹ് ഇലാ ഹീന തുംസി ഫൽസംഹു. നിനക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നീ മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് നീ പഠിക്കുക. നിന്റെ നിസ്കാരം, നിന്റെ വുളു, നിന്റെ പെരുമാറ്റങ്ങൾ, നിന്റെ കച്ചവടം, നിന്റെ സകാത്ത്, അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു ദിവസം നീ ചെയ്യുന്ന ഇബാദത്തുകൾ, അതാണ് നീ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് എന്ന് അനസ് ഇബ്നു മാലിക് പറഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന നൽകുക. അഖീദ പഠിക്കുക, അതുപോലെ തന്നെ നിസ്കാരം പഠിക്കുക, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണോ അതിന് കൂടുതൽ നാം മുൻഗണന നൽകുക. ഖാല ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഫീ സൈദി ഖാതിരി ജംഉൽ ഉലൂമി മംദൂഹ്. ഏതെങ്കിലും ഒരു മേഖല മാത്രം പഠിച്ചനങ്ങാതിരിക്കുന്നതിന് പകരം എല്ലാ വിഷയങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിക്കുക. എല്ലാ വിഷയങ്ങളിൽ നിന്നും, ഫിഖഹിൽ നിന്ന് നമുക്ക് ആവശ്യമായത് പഠിക്കുക, ഹദീസിൽ നമുക്ക് ആവശ്യമായി പഠിക്കുക,
ഖുർആനിൽ നിന്ന് എപ്പോഴും നമ്മൾ ഓതുന്ന ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇങ്ങനെ ഇൽമ് ജംഅ ചെയ്യുക, ജംഉൽ ഉലൂമി മംദൂഹ്, ഇൽമ് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. മുഹമ്മദ് ബിൻ മാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇർഷാദു തുല്ലാബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ولا ينبغي للفاضل أن يترك علما من العلوم النافعة التي تعين على فهم الكتاب والسنة إذا كان يعلم من نفسه قوة على تعلمه. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇൽമിൽ നിന്നും, ഉപകാരപ്രദമായ എല്ലാ ഇൽമിൽ നിന്നും ഒരു വിഹിതം നേടിയെടുക്കാൻ ആ വ്യക്തി പരിശ്രമിക്കേണ്ടതാണ്. നല്ല ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ നല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? എല്ലാ ഇൽമിൽ നിന്നും കുറച്ചെങ്കിലും നേടിയെടുക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാ ഇൽമിൽ നിന്നും അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹം പരിശ്രമിക്കുക എന്നുള്ളതാണ്. അൽ മഅഖിദു സാബിഅ, ഏഴാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം അൽ മുബാദറതു ഇലാ തഹ്സീലിഹി വഗ്തിനാമു സിന്നി الصിബ والشباب. ഇൽമ് പഠിക്കുന്നതിൽ ധൃതി കാണിക്കുക, ഇൽമ് പഠിക്കുന്നതിൽ ധൃതി കാണിക്കുക. നാളെ ആവട്ടെ, അല്ലെങ്കിൽ ഞാൻ മദീനയിൽ പോയതിനു ശേഷം പഠിക്കാം, ഇവിടുന്ന് ഞാനൊന്നും പഠിക്കുന്നില്ല, അങ്ങനെയുള്ള ചിന്താഗതികൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ഇൽമിന്റെ മഹത്വം മനസ്സിലായാൽ ആ സെക്കൻഡ് മുതൽ അദ്ദേഹം പഠിക്കാൻ വേണ്ടി ആരംഭിക്കുക. നാളെ ആവട്ടെ അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്നൊരിക്കലും പറയുന്നതിന് പകരം എപ്പോഴാണോ ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കുന്നത് ആ സമയം മുതൽ അദ്ദേഹം ഇൽമ് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഇൽമു ഫിസ്സഗ്രി കന്നഖ്ശി ഫിൽ ഹജർ, ഒരു കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ് ചെറുപ്പത്തിൽ ഇൽമ് പഠിക്കുക എന്നുള്ളത്. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഇൽമു ഫിസ്സഗ്ർ കന്നഖ്ശി ഫിൽ ഹജർ, ഒരു കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ് ചെറുപ്പത്തിൽ ഇൽമ് പഠിക്കുക എന്നുള്ളത്. ചെറുപ്പത്തിൽ ഇൽമ് പഠിച്ചാൽ അഖ്വാ തഅല്ലുഖൻ വനുസൂഖ, അത് ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ഒരു വ്യക്തി ചെറുപ്പത്തിൽ ഖുർആൻ ഹിഫ്ള് ചെയ്താൽ അത് നല്ല രീതിയിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നതാണ്. നല്ല രീതിയിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നതാണ്. فقوة بقاء العلم في الصغر كقوة بقاء النقش في الحجر فمن اغتنم شبابه نال إربه. ആരെങ്കിലും ഒരു വ്യക്തിയുടെ ചെറിയ പ്രായം, അദ്ദേഹത്തിന്റെ യുവത്വം അല്ലെങ്കിൽ ചെറിയ പ്രായം ഇൽമ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇൽമ് പഠിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? ചെറിയ പ്രായമാണ്. ഇൽമ് പഠിക്കാൻ ഏറ്റവും നല്ല സമയം ചെറിയ പ്രായമാണ്. പക്ഷേ ഒരു വ്യക്തിക്ക് പ്രായം ചെന്ന ശേഷമാണ് ഇൽമിനെ സംബന്ധിച്ചുള്ള ബോധം വന്നത്. ഇന്ന് ചില ആൾക്കാരെ നമുക്ക് അങ്ങനെ അറിയാം, അവർക്ക് പ്രായം എത്തിയതിനു ശേഷമാണ് ഇൽമിന്റെ മജ്ലിസുകളിൽ ഇരിക്കാനുള്ള ചിന്തകളൊക്കെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രായം എന്നുള്ളത് അവർക്ക് തടസ്സമല്ല, അവർക്കും പഠിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഏറ്റവും നല്ലത് ചെറിയ പ്രായം എന്ന് മാത്രം. അതുകൊണ്ട് ഈ സംസാരം കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, ചെറിയ പ്രായമുള്ളവർ ഇപ്പോൾ മുതൽ തന്നെ പഠിക്കാൻ തയ്യാറാവുക. അതുപോലെ തന്നെ എന്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവരെ ചെറുപ്പത്തിൽ അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും റസൂലിനെയും സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ഇനി പ്രായം ചെന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഇൽമ പഠിക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും നിരാശപ്പെടരുത്. വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. വലിയ പ്രായത്തിലും ഇൽമ പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ പറഞ്ഞു, തഅല്ലമ അസ്ഹാബു റസൂലില്ലാഹി കിബാറ, തഅല്ലമ അസ്ഹാബു റസൂലില്ലാഹി കിബാറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അധിക ആൾക്കാരും പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം പഠിച്ചിരിക്കുന്നത് അവർ പ്രായം എത്തിയതിനു ശേഷമാണ്. നിങ്ങൾക്കറിയാം, ധാരാളം സഹാബികൾ പ്രായം ചെന്നിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. അതുകൊണ്ട് പ്രായം ചെന്നാലും പഠിക്കാൻ സാധിക്കും. പക്ഷേ ഏറ്റവും നല്ലത് ചെറിയ പ്രായമാണ്. ഏറ്റവും നല്ലത് ചെറിയ പ്രായമാണ്. പ്രായം കൂടി വരുമ്പോൾ എന്താ പ്രശ്നം? وإنما يعصر التعلم في الكبر كما بينه الماوردي في أدب الدنيا والدين لكثرة الشواغل وغلبة القواطع وتكاثر العلائق فمن قدر على دفعها عن نفسه أدرك العلم. പ്രായം ചെന്നു വരുമ്പോൾ ധാരാളം ജോലികൾ ഉണ്ടാകും, അതുപോലെ തന്നെ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകും, ജീവിത മാർഗം അന്വേഷിക്കേണ്ടി വരും, ഇങ്ങനെ പല പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രായം ചെന്ന് ഇൽമ പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്നതിനേക്കാളും നല്ലതെന്താണ്? ചെറിയ പ്രായത്തിൽ ഇൽമിന് വേണ്ടി തയ്യാറാവാൻ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി പ്രായം ചെന്നത് കാരണത്താൽ ഇൽമിനെ ഒഴിവാക്കേണ്ടതില്ല, മറിച്ച് ആ വ്യക്തിക്കും ഇൽമ പഠിക്കാൻ സാധിക്കും. ഇമാം ബുഖാരി പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ വലിയ പ്രായത്തിലാണ് ഇൽമ പഠിച്ചത്.
അൽ മഅഖിദു الثامن എട്ടാമത്തെ കാര്യം ലുസൂമു തഅന്നി ഫീ തലബിഹി വതർകിൽ അജല. ലുസൂമു തഅന്നി ഫീ തലബിഹി വതർകിൽ അജല. ഇൽമ പഠിക്കുന്നതിൽ അല്ലെങ്കിൽ ഓരോരോ വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നതിൽ സാവധാനം കാണിക്കുക. ഓരോരോ വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നതിൽ സാവധാനം കാണിക്കുക. ഇന്ന തഹ്സീലൽ ഇൽമി ലാ യകൂനു ജുംലതൻ വാഹിദ ഇദിൽ ഖൽബു യദ്ഉഫു അൻ ദാലിക് വഇന്ന ലിൽ ഇൽമി ഫീഹി സിഖലൻ കസിഖലിൽ ഹജരി ഫീ യദി ഹാമിലിഹി. ഇൽമ പഠിക്കുന്നതിൽ സഹോദരങ്ങളെ ബാറകല്ലാഹു ഫീക്കും സാവധാനം കാണിക്കണം. ഒറ്റയടിക്ക് ചില ആൾക്കാർ പറയും 2 മാസം കൊണ്ട് ഖുർആൻ ഹിഫ്ള് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ വിഷയം പഠിച്ചെടുക്കാൻ എന്താണ് മാർഗം? അങ്ങനെ ഇൽമ സാധിക്കുകയില്ല. ഇമാം സുഹ്രി റഹിമഹുല്ലാ പറഞ്ഞു, മൻ റാമൽ ഇൽമ ജുംലതൻ ദഹബ അൻഹു ജുംലതൻ. ആരെങ്കിലും ഒറ്റയടിക്ക് ഇൽമ പഠിച്ചെടുത്താൽ അത് അവനിൽ നിന്ന് ഒറ്റയടിക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഇൽമിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാവധാനം കാണിച്ചുകൊണ്ട് ഇൽമ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സാവധാനത്തോടുകൂടി ഇൽമ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തത് എങ്ങനെയാണ്? കുറച്ചായിട്ടാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്നത് കുറച്ചായിട്ടാണ്. കാഫിരീങ്ങൾ എന്ത് പറയാറുണ്ട്? വഖാലൽ ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദ. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയടിക്ക് ഖുർആൻ അവതരിപ്പിക്കാത്തത് എന്ന് കാഫിരീങ്ങൾ പരിഹസിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു. അല്ലാഹു പറഞ്ഞു, ലിനുസബ്ബിത ബിഹി ഫുആദക്. അത് നിന്റെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇൽമിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് ഇൽമ പഠിക്കുമ്പോൾ അതിൽ ധൃതി കാണിച്ച് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു മജ്ലിസിൽ എനിക്ക് പഠിച്ചെടുക്കണം എന്ന ചിന്തയില്ലാതെ സാവധാനത്തിൽ കുറച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ തഅലീമുൽ ഇൽം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം തന്നെ നല്ല രീതിയിൽ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 20 മജ്ലിസെങ്കിലും ആവശ്യമാണ്. 20 സദസ്സെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ആവശ്യമാണ്. പക്ഷേ ഈ ഒരു മജ്ലിസിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം ഇതിന്റെ വിശദീകരണങ്ങൾ പഠിക്കാനുള്ള താല്പര്യം നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു അസ്ലാണ് സാവധാനത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇൽമ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, ഇൽമിന്റെ വിഷയത്തിൽ തദർറുജ് പാലിക്കണം. ഇൽമിന്റെ വിഷയത്തിൽ തദർറുജ് പാലിക്കണം. ആദ്യം പഠിക്കേണ്ട കാര്യം എന്താണ്? രണ്ടാമത് പഠിക്കേണ്ട കാര്യം എന്താണ്? അനസ് ബിൻ മാലിക് പറഞ്ഞതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകി ഒന്നൊന്നായി നമ്മൾ പഠിക്കുക. നമ്മുടെ നാട്ടിൽ ഇന്ന് ചില ആൾക്കാർക്ക് ദീനിന്റെ പേരിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ഫിത്ന എന്താണ്? വലിയ വലിയ വിഷയങ്ങളിൽ ഇടപെടാനാണ് അവർക്ക് താല്പര്യം. പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം, അന്താരാഷ്ട്ര വിഷയങ്ങൾ, ഉലമാക്കൾക്കിടയിലുള്ള വലിയ വലിയ ഭിന്നതകൾ, ഇതൊക്കെയാണ് സംസാരിക്കാൻ താല്പര്യം. അവന്റെ നിസ്കാരത്തെ സംബന്ധിച്ച്, അവന്റെ വുളൂഇനെ സംബന്ധിച്ച് ചോദിച്ചാൽ അവൻ അറിയില്ല. ഇതൊരിക്കലും ഇൽമിന്റെ വിഷയത്തിലുള്ള സാവധാനമല്ല, മറിച്ച് ഇത് ഇൽമിന്റെ വിഷയത്തിലുള്ള ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ വിഷയത്തിൽ എപ്പോഴും സാവധാനം നമ്മൾ കാണിക്കുക. ഇൽമിന്റെ വിഷയത്തിൽ സാവധാനം കാണിക്കുക. താനുമായി ബന്ധപ്പെട്ട മേഖല, തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യം പഠിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത്. അബ്ദുൽ കരീം അർ-റിഫാഇ റഹിമഹുല്ലാ ദമസ്കസിൽ ജീവിച്ചിരുന്ന, സമീപകാലം ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം പറയാറുണ്ട്, തആമുൽ കിബാരി സുമ്മുസ് സിഗാർ. വലിയ ആൾക്കാരുടെ ഭക്ഷണം ചെറിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷമാണ്, അവരെ കൊന്നുകളയും. വലിയ ആൾക്കാർ കഴിക്കേണ്ട ഭക്ഷണം, ഒരു 15-20 വയസ്സായ ആൾ കഴിക്കേണ്ട ഭക്ഷണം ജനിച്ച 1 മാസമുള്ള കുട്ടിക്ക് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ആ കുട്ടി ഒരുപക്ഷെ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുപോലെയാണ് ഇൽമും. ഇൽമിന് അതിന്റെ തദർറുജുണ്ട്. ഇൽമിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് തുടക്കക്കാർ കൈകാര്യം ചെയ്യേണ്ടത്. വലിയ വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പണ്ഡിതന്മാരുണ്ട്. പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെറിയ പ്രായമുള്ളവർ, ഇൽമ് കുറവുള്ളവർ കൈകാര്യം ചെയ്താൽ ഈ പറഞ്ഞതുപോലെ വലിയ ആൾക്കാരുടെ ഭക്ഷണം ചെറിയ ആൾക്കാർക്ക് വിഷമായിട്ടാണ് ബാധിക്കുക. തആമുൽ കിബാർ സുമ്മുസ് സിഗാർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ വിഷയത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാവകാശം കാണിക്കുക എന്നുള്ളത്. അൽ മഅഖിദു താസിഅ, 9ാമത്തെ കാര്യം, ഇൽമ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 9ാമത്തെ കാര്യം, അസ്സബ്റു ഫിൽ ഇൽമി തഹമ്മുലൻ വഅദാഅ. ഇൽമ് പഠിക്കുമ്പോഴും ഇൽമ് പഠിപ്പിക്കുമ്പോഴും ക്ഷമ കൈക്കൊള്ളുക. ഇൽമ് പഠിക്കുമ്പോഴും ഇൽമ് പഠിപ്പിക്കുമ്പോഴും ക്ഷമ കൈക്കൊള്ളുക. ഇദ് കുല്ലു ജലീലിൻ മിനൽ ഉമൂരി ലാ യുദ്റകു ഇല്ലാ ബിസ്സബ്ർ വഅഅളമു ശൈഇൻ തതഹമ്മലു ബിഹി അൻ-നഫ്സു തലബൽ മആലി തസ്ബീറുഹാ അലൈഹി
ولهذا